ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ കുട്ടിയോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ എത്ര വരെ ജീവിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കണത് എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു, ചിലർ പറഞ്ഞു 70, ചിലർ പറഞ്ഞു 63, ചിലർ പറഞ്ഞു 73. ആരും 80ന്റെ മേലക്കാണ് കയറിയില്ല. എന്തിനാ നമ്മൾ ഇത്ര കുറച്ച് ആഗ്രഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ഇപ്പൊ ഒരു 110, 120 കണ്ട് ആലോചിച്ചാല് അള്ളാഹു തആല ഇജ്ജ് വലിയ അക്രമിയാണ്, 110 വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചില്ലേ എന്ന് ചോദിക്കോ? ഇല്ലല്ലോ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത നിൽക്കണത്? എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ നീട്ടി ആഗ്രഹിക്കണം. പഠിച്ചോനെ ഒരു 3 സെന്റ് സ്ഥലവും അതിൽ ചെറിയ ഒരു ഓടിട്ട പെരയും തരണേന്നൊന്നും പഠിച്ചോനോട് പറയരുതേ. 45 സെന്റ് സ്ഥലവും എല്ലാരെയും പോലെ 2 നിലയുള്ള ഒരു വലിയ ബിൽഡിങ്ങും അതിൻ്റെ മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ ദോരക്കണം. ഇഷ്ടം പോലെ പഠിച്ചോൻ്റെ അടുത്തുണ്ട്. ചോദിച്ചാൽ അവൻ തരാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. ചോദിക്കായിട്ടാണ്. അപ്പോൾ വയസ്സാവുമ്പോൾ ഞാൻ ദണ്ണത്തിൽ കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ ആള് വേണമെന്നും നമ്മൾ മനസ്സ് കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്തിനാ അങ്ങനെ കണക്കൂട്ടേണ്ട ആവശ്യം? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഉള്ളത് സ്വത്തും മുതലിന് ഒരു അനന്തരാവകാശി വേണ്ടേ എന്നാണ്. അനന്തരാവകാശി ഉണ്ടായില്ല എന്ന് വെക്കുക. ആരുമില്ല മരിച്ചപ്പോ. അവസാനം തഹസിൽദാർ വന്നിട്ട് അതിൻ്റെയൊക്കെ കണക്കെടുത്തുങ്ങാണ്ട് ഗവൺമെന്റ് കണ്ട് കെട്ടിക്കൊണ്ടുപോയി. എന്നാൽ നമ്മൾ ഖബർ കിടക്കണ സമയത്ത് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് ഇരുമ്പിന്റെ ദണ്ടും കയ്യിൽ പിടിച്ചിട്ട് ഇജ് കുറെ മുതലുണ്ടാക്കിയിട്ട് ഗവൺമെന്റിക്ക് കൊടുത്ത് വന്നിക്കല്ലേ എന്ന് ചോദിച്ചങ്ങാണ്ട് അടി കിട്ടുമോ? ഇല്ലേ. അത് നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ തോന്നിയതാണ്, ഒന്നും വരില്ല, അത് വെറുതെ തോന്നിയതാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ജീവിതകാലത്ത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല കാര്യമാണ്. 2 വാപ്പുവ ചെയ്തമാതിരി 2 വാപ്പുവജികൾ ചെയ്തു, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അള്ളാഹു അതിൻ്റെ മിസ്ര സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ഒരു മദദിനെയും അതിൻ്റെ ഒരു നൂറിനെയും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എപ്പോഴും നിലനിർത്തട്ടെ. നല്ല കാര്യമാണ്. മുതലിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താ? മുതലിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ആശുപത്രി കൊടുക്കലല്ല, പെര കയറ്റലല്ല, സ്വതക്ക ചെയ്യലാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. കൂട്ടത്ത് പറഞ്ഞേ ഉള്ളൂ. വാസ്തവത്തിൽ നമുക്ക് പണം വേണം, പക്ഷെ പണത്തിന്റെ ഉപകാരം എന്താണെന്ന് അറിയില്ല എന്നതാണ്. ചരിത്രം മൊത്തങ്ങൾ പരിശോധിച്ച് നോക്കി. ലോകത്ത് മുതലാളിയായ ഏതെങ്കിലും മുതലാളി ഉണ്ടോ? ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല. ഇതൊരു വലിയ സത്യമാണ്. കാരണം 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്കല്ലാത്ത വേറൊരു ബിസിനസ്സും ഇല്ല. 14%, 17% പലിശ കിട്ടിയാല് 10 ഇരട്ടിയാവൂല. 100% എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയാണ്. 1,00,000ന്റെ 100% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആവുള്ളൂ, 10 ലക്ഷം ആവൂല. 1ന് 10 ഇടുന്നത് സ്വതക്ക മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇടപാടും അങ്ങനത്തെ ഇല്ല. പക്ഷെ എന്തേ കാര്യം? കിട്ടുന്ന് പറഞ്ഞത് മുത്തുനബിയാണ് എന്നുള്ള ഈമാൻ നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. 1ന് 10 കിട്ടുമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും അത് വഹയിന്റെ ഇൽമാണ് എന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം.